തന്ന ആള്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ അച്ഛമ്മൻ്റെ വീട്ടിലേക്ക് പോവാണ്. നാളെയാണ് വീട് ഉദ്ഘാടനം. അപ്പോൾ ഇന്ന് പോയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും വേണ്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് കരയാൻ തുടങ്ങി. ഈച്ച് ബേബി അമ്മ ഇപ്പോൾ വരാം കേട്ടോ. എനിക്ക് ഇന്നൊരു ഷോപ്പിൻ്റെ ഷൂട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്തിട്ടു. ഇനി ആ ഷോപ്പിലേക്ക് പോയിട്ട് ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അച്ഛമ്മൻ്റെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങുമ്പോണ്ട്. അപ്പോൾ ഇന്ന് ഫുള്ളായിട്ട് അങ്ങനത്തെ വ്ളോഗ്, വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ, അവരുടെ അവിടെ പോകുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നു, വീട് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കുന്നു ഒക്കെ ഇന്ന് ചെയ്യണം. പിന്നെ റനക്കുട്ടിക്ക് ഇടയിൽ കൂടെ ട്യൂഷൻ ഉണ്ട്. എല്ലാം കൂടെ എന്താവും ഏതാവും എന്നൊന്നും അറിയില്ല. എനിക്ക് ഇക്കടെ സ്കൂൾ സീസൺ ആയതുകൊണ്ട് അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള തിരക്ക്. പിന്നെ അടുത്തൊരു മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ 2-ാം തീയതി, അതായത് ഇന്ന് 31 ഉദ്ഘാടനം കഴിഞ്ഞ പിറ്റേ ദിവസം എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്ത് ചെയ്യുമെന്നൊന്നും അറിയില്ല. അപ്പം അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഗൈസ്. അങ്ങനെ ഹിച്ച് ബേബീനെ വിട്ടിട്ട് ഞാനും റനക്കുട്ടിയും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു, സങ്കടമാണ്. പക്ഷെ നമ്മൾ കഷ്ടപ്പെടാതെ നമുക്കൊന്നും വേറൊന്നും പറ്റൂലല്ലോ. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു മണിക്കൂറിൽ ഷൂട്ട് തീരുന്നു വിചാരിച്ചതാണ്. പക്ഷെ ഒരു 2-3 മണിക്കൂർ എടുത്ത്. മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം അച്ഛമ്മയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങാനും വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം വേണം അവരുടെ വീട്ടിലെത്താൻ. മുടി വെട്ടിക്കാൻ ആളെ വിളിച്ച് അവിടെ എത്തണം. ഇതൊക്കെ രാത്രിക്ക് മുമ്പ് ആവണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ നടക്കുക. നമുക്ക് കൂടുതൽ സ്ട്രെസ്സും പരീക്ഷണങ്ങളും ഒക്കെ തന്നിട്ടായിരിക്കും പഠിച്ചവൻ നമ്മളതിൽ പിടിച്ച് നിൽക്കുന്നുണ്ടോ, എത്രത്തോളം ക്ഷമിക്കുന്നു എന്നുള്ളത് നോക്കുന്നത് അല്ലേ. അങ്ങനെ നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഭാഗ്യത്തിന് ഒരു ജ്യൂസും കട്ട്ലേറ്റൊക്കെ കിട്ടിയതുകൊണ്ട് അതുകൊണ്ട് പിടിച്ചിരിക്കുകയാണ്. നേരെ നമ്മൾ ജോബീസ് മാളിലേക്ക് പോയി അവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ബാത്റൂം ഐറ്റംസ് പോലെയുള്ള ബക്കറ്റ്, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുത്തു. പിന്നെ അച്ഛമ്മൻ്റെ അവിടെ എല്ലാം തന്നെ നല്ല പഴകിയ ചളി പിടിച്ച ഈ എന്താ പറയുക, നമ്മൾ ഗ്രോസറീസൊക്കെ ഇട്ട് വയ്ക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ മനസ്സിൽ അന്ന് തന്നെ കണ്ടപ്പോൾ വിചാരിച്ചാണ് ഇതെല്ലാം മാറ്റി പുതിയതാക്കി കൊടുക്കണം. കുറച്ച് ദിവസമെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീനായി ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കണം എന്നുള്ളത് കേട്ടോ. പിന്നെ അല്ലേ അച്ഛമ്മക്ക് അവർക്ക് ആർക്കും അറിയില്ല ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് പോണത് എന്നുള്ളത്. ജസ്റ്റ് അവർ വിചാരിച്ചു വീട് പണി കഴിഞ്ഞ് നമ്മളങ്ങനെ അവരെ ഒഴിവാക്കിയിട്ട് അങ്ങനെ വരുമായിരിക്കും എന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇതെല്ലാം തന്നെ സർപ്രൈസാണ്. എനിക്ക് പൊതുവേ സർപ്രൈസായിട്ട് നമ്മളൊരു സാധനം ഒരാൾക്ക് ഇങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു സന്തോഷിക്കുന്ന ആ ഒരു മുഖമല്ലേ, അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു ലഹരി പോലെയാണ് കേട്ടോ അത്. അവരുടെ ഒരു ഹാപ്പിനെസ് നമ്മൾ നേരിട്ട് കാണുന്നത്. അപ്പോൾ തുടയ്ക്കാനുള്ള ഈസി ആയിട്ട് അച്ഛമ്മക്ക് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള തുടയ്ക്കാനുള്ള സംഭവം എടുത്തിട്ടുണ്ട്. പിന്നെ ബാത്റൂം കഴുകാനുള്ള ബ്രഷ് കാര്യങ്ങൾ, പിന്നെ അടിച്ചു വാരിയിട്ട് ഇത് വാരാനുള്ളത്. അവർ അന്ന് ഞാൻ പോയ സമയത്തില്ലേ ടൈലിൻ്റെ പുറത്ത് കാർട്ടൂണൊക്കെ ഇട്ട് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അതായത് ടൈല് നാശാവരുത് അല്ലെങ്കിൽ അഴുക്കാകും എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്രത്തോളം അവർക്ക് ഈസി ആക്കി കൊടുക്കാൻ നോക്കുന്നു. പക്ഷെ വീണ്ടും അവർക്ക് അറിയില്ല അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ശരിക്കും അവർ കാണുന്നത് കേട്ടോ. ഞാൻ കുറവാക്കി പറയുന്നതല്ല, പക്ഷേ ഞാൻ കൊടുത്ത ആ ഒരു ഇത് നിധി പോലെ സൂക്ഷിക്കുക എന്ന് പറയില്ല, എന്ന പോലെ അവർ ഈ ഒരു 3-4-5 ദിവസമായിട്ട് അങ്ങനെ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാനുള്ളതാണ്, ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനുള്ള സംഭവങ്ങൾ എന്നുള്ളത് നിനക്ക് അടിച്ചു വരാൻ നിന്നുകൊണ്ട് അടിച്ചു വരാനുള്ള ആ ഒരു ഇത് ഒക്കെ വാങ്ങി. പിന്നെ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജോബീസ് മാളിൻ്റെ ഓണർ ജോബി ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അവരെ കണ്ടു, അവരോട് സംസാരിച്ചു. അപ്പോൾ അങ്ങനെ പിന്നെ ഇതേ ഈ പാത്രം കഴുകുന്ന ഭാഗത്ത് ഞാൻ ശ്രദ്ധിച്ചു, എല്ലാം പൊട്ടിയ പാത്രങ്ങളിലാണ് വെള്ളം എടുത്തു വെക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിന് വെള്ളം എടുത്തു വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും പാത്രങ്ങൾ കുറച്ച് നല്ലത്, പാത്രം അവിടെ ഇല്ലയെന്നില്ല കേട്ടോ, ഉണ്ട് ആവശ്യത്തിനുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ ആവശ്യത്തിനുള്ളത് മാത്രം, ഒരുപാട് ഞാൻ അങ്ങോട്ട് ലാവിഷായിട്ട് വാങ്ങണമെന്നല്ല, അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് ഐറ്റംസ് മാത്രം നമ്മൾ അവർക്ക് വേണ്ടി എടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ കൊടുക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം, അതായത് 3-ാം തീയതിയാണ്. രാവിലെ നേരത്തെയാണ്, രാത്രി 2-3 മണി വരെയൊക്കെ ഇരുന്നിട്ടാണ് വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വോയിസ് ഓവർ കൊടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ യൂണിഫോമൊക്കെ മാറ്റി വന്നിരുന്ന് വോയിസ് ഓവർ കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് പോകും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ.
എന്താ പറയുക, എനിക്ക് വന്നിട്ട് നിങ്ങളുടെ കമൻ്റൊക്കെ വായിക്കുമ്പോൾ എൻ്റെ ആരൊക്കെയോ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഫീലാണ് ശരിക്കും ഉണ്ടാവുന്നത്. അതായത് ഈ ഒരു കമൻറ്റ് വായിക്കൽ ഭയങ്കര ഒരു ഇഷ്ടമാണ്. സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒരു 3 സ്റ്റീൽ പ്ലേറ്റ്. ഞാനൊരു വലിയ സ്റ്റൈൽ കാണിക്കാനും കുപ്പിപ്പാത്രങ്ങളോ അങ്ങനെ അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന സാധനം അവർക്ക് യൂസ്ഫുൾ ആയിരിക്കണം എന്നുള്ളതിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ്, സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛമ്മയ്ക്ക് തല കഴുകാനുള്ള ഷാമ്പൂ കാര്യങ്ങളെടുത്തു. ഞാൻ പൗഡർ അങ്ങനത്തെ സംഭവങ്ങൾ യൂസ് ചെയ്യാറില്ല, പക്ഷെ അവരൊക്കെ ആകെ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ പൗഡർ ആയിരിക്കില്ല. അങ്ങനെ പൗഡർ എടുത്തു. പിന്നെ ഇതേ പൊട്ട് വെക്കോ ഇല്ലേ എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ അവരുടെ ഈ പ്രയാസങ്ങൾ നിറഞ്ഞ ഈ ജീവിതത്തിൻ്റെ ഇടയിൽ കൂടെ അതിനൊന്നും തന്നെ അവർക്ക് സമയം ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു ദിവസമെങ്കിലും എനിക്ക് അവരങ്ങനെ കാണണം എന്ന് കുറേ ദിവസമായിട്ട് കൊതിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അത് പിന്നെ ഓർമ്മയില്ലാതൊരു സംഭവം ചെയ്തു കേട്ടോ, പേസ്റ്റും ബ്രഷും. പിന്നെയാണ് ഞാൻ ബ്രഷ് എടുത്തപ്പോഴാണ് ആലോചിച്ച അച്ചമ്മക്കും രാമച്ചനും പല്ലില്ല, അപ്പോൾ പിന്നെ അത് പൽപ്പൊടിയാക്കി മാറ്റി. പിന്നെ അച്ചമ്മയ്ക്ക് ഈസി ആയിട്ട് അലക്കാനും വേണ്ടിയിട്ട് സോപ്പ് എടുത്തു, അതിൻ്റെ കൂടെ തന്നെ ലിക്വിഡും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ബക്കറ്റിൽ തുണി ഒന്ന് മുക്കിയിട്ട് ഈസി ആയിട്ട് തിരുമ്പാൻ പറ്റുന്ന പോലെ. അതായത് ജീവിതത്തിൽ ഈ നിമിഷം വരെ 80 വയസ്സായിട്ടും ഈ നിമിഷം വരെയും എല്ലാം ഒറ്റയ്ക്ക് അത്രയും കഷ്ടപ്പെട്ട് ഒരു ആധുനിക സൗകര്യവും ഇല്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അവർക്ക് എത്രത്തോളം നമുക്ക് അവർ ഓരോ പണികളിലും ഈസി ആക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഓരോ സാധനങ്ങൾ എടുക്കുന്നത്. പിന്നെ ഒരു മാസമല്ല, ഒരു 3-4-5 മാസത്തിനുള്ള സോപ്പ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അതെടുത്തു. പിന്നെ അതിനുശേഷം ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ആ ചേച്ചീനോട് ചോദിച്ചു, എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും എടുക്കാൻ അറിയില്ല, ചേച്ചി ഓർമ്മയാക്കും ഒരു വീടിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ബത്തി ഉണ്ടാവില്ലേ, എന്താ പറയുക, ഇവിടെ ഊതുബത്തി എന്നൊക്കെ പറയും കേട്ടോ, അവിടെ എന്താ പറയുകയെന്നറിയില്ല. അപ്പോൾ അവർ ഹിന്ദുസാണ്, അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ രീതികളുണ്ടാവും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് അവർക്ക് എന്നോട് ചോദിക്കാൻ ബുദ്ധിമുട്ടോ പറയാൻ ബുദ്ധിമുട്ടോ ഉണ്ടാവരുത്, അവരുടെ രീതിക്ക് കാര്യങ്ങൾ നടക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഊതുബത്തി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത എന്താണ്, ഇനി നമ്മൾ പലചരക്ക് സാധനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. വൈകുന്നേരം ചായൻ്റെ ഒപ്പം കഴിക്കാൻ ബിസ്ക്കറ്റ്, ചായക്ക് ചായപ്പൊടി. പിന്നെ ചില സമയത്ത് അവിടെ പോയി കഴിഞ്ഞാൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവും, അപ്പോൾ ഒരു ബോട്ടിൽ ജസ്റ്റ് ഒരു വെള്ളം എടുത്തു. പിന്നെ അച്ചാർ, എപ്പോഴും കറി കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ, വയസ്സായവരല്ലേ. അപ്പോൾ അത്, പപ്പടം. പിന്നെ തേങ്ങയ്ക്ക് സ്വർണത്തിൻ്റെ വിലയായിരുന്നു എന്ന് നമ്മൾ അന്ന് പോയ സമയത്ത് ഒരു മാസം മുമ്പ് ഇട്ട വീഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ എടുത്തു. പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിച്ചോട്ടെ എന്ന് വെച്ചിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് കുറച്ച് മസാല സ്പൈസസ് പൗഡേഴ്സ്. അന്നെന്തോ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞു ഇത് പൊടിച്ച് എടുത്ത് വെക്കുന്നതാണ് എന്ന് പറഞ്ഞു. പൊടിക്കാനൊക്കെ എന്തോരം കഷ്ടമായിരിക്കൂലേ. അപ്പോൾ കുറച്ച് ഈസി ആക്കാനും വേണ്ടിയിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, കടുക്, ഉലുവ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതേ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇട്ട് വയ്ക്കാനാണ് നമ്മൾ മറ്റേ ബോട്ടിൽസ് കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പരിപ്പ്, ചെറുപയർ, കടല, പൊട്ടുകടല, പഞ്ചസാര, അങ്ങനത്തെ കുറേ സാധനങ്ങളും കൂടെ എടുത്തു. പിന്നെ അരി, പക്ഷെ അരി അത്രയും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നി. കാരണം ലാസ്റ്റ് നമ്മൾ പോകുമ്പോൾ എപ്പോഴാണ് നമ്മൾ കുറേ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നല്ലോ. ഫസ്റ്റ് പോകുമ്പോൾ നമ്മളൊരു ചാക്ക് അരി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന് ശേഷം പോകുമ്പോൾ നമ്മൾ കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പോകുമ്പോഴും അരി സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നോക്കിയ സമയത്തില്ലേ ഇതൊക്കെ തന്നെ അവിടെ ഉണ്ട്. ആകെ 2 പേരല്ലേ ഉള്ളൂ. പക്ഷേ എങ്കിലും നമ്മളെടുത്തു. ഒരിക്കലും അവർക്ക് ഒരു അരി ഇല്ലാതെ ഒരു നേരം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവരുതല്ലോ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ചുറ്റുപാടിലുള്ള ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടി തീർച്ചയായിട്ടും നമ്മൾ മറുപടി പറയേണ്ടി വരും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടാണ് ഓരോന്നും നോക്കി ചെയ്യുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ഒരുപാട് പേര് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കും അല്ലേ. സിലുവിനോട് പറയണം, സിലു ഇത് ചെയ്താൽ വേണ്ടിയില്ലായിരുന്നു, അത് ചെയ്താൽ വേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളായിരിക്കും. ഇത് എല്ലാം തന്നെ നമ്മൾ മുൻകൂട്ടി മനസ്സിൽ ഓരോന്നും പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പം എൻ്റെ ഒരു സ്വഭാവം, ഇതിപ്പോൾ ഞാൻ SP അടിക്കുകയാണ് പൊക്കി പറയുകയാണെന്ന് വിചാരിക്കരുത്. എന്നെ പരിപൂർണമായിട്ടും വിശ്വസിച്ച് ഒരാൾ എൻ്റെ ഒന്നും ആവശ്യപ്പെടാതെ അല്ലെങ്കിൽ
എൻ്റെ പ്രവർത്തനങ്ങളിലൊരു സംശയവും ഇല്ലാതെ എന്നെ വിശ്വസിച്ച് എൻ്റെ ഇങ്ങനെ എന്നെ കാത്തൊരാൾ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുദ്ദേശിക്കുന്നതിലും കൂടുതലായിട്ട് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ള ആ ഒരു ഇതാണ് കേട്ടോ. ചെമ്മെന്ന് പറയുമ്പോൾ ഒന്നും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല, ആകെ മേൽക്കൂരൻ്റെ കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ നോക്കി നോക്കി ഓരോന്നായിട്ട് ചെയ്യണതാണ്. പിന്നെ അതേ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. വന്നതും നിസ്കരിക്കാനുണ്ടായിരുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. ചിലപ്പോൾ ഇനി പാത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ അവിടെ ഇല്ലാതിരിക്കുമോ, ഞാൻ തിരിച്ചു വരുമ്പോൾ ലേറ്റാവും. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും ശരി കുക്ക് ചെയ്യുക, കുട്ടികളും വരുമല്ലോ അവിടുത്തെ. അപ്പോൾ അവർക്ക് കുറേ ദിവസമായിട്ട് അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു സിലുവിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാക്കി എന്തെങ്കിലും കഴിക്കണം എന്നുണ്ട്. അങ്ങനെ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നൂഡിൽസൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ പോകുന്നത്. പക്ഷെ ഇതൊക്കെ നടക്കുമോ എന്നൊന്നും അറിയില്ല. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് വേറെയും കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. കുക്ക് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ സ്റ്റവ് കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും വെച്ചിട്ട് നമുക്ക് അടി കാണിച്ചിട്ട് ഇത് നമ്മൾ എങ്ങനെ പോകണമെന്നറിയോ? രാമച്ചനും മുടിയെട്ടാനുള്ള ബാർബറിനെയും കൂട്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോണത്. മുടിയെട്ടി സുന്ദര കുട്ടപ്പനാക്കി വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിക്കാ അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലുള്ള ഞങ്ങളുടെ മീൻസ് എൻ്റെ ആങ്ങളുടെ ഷോപ്പാണ്. എൻ്റെ വാപ്പുള്ള സമയത്ത് വാപ്പ നടത്തിയിരുന്നതാണ്. 2-ാം നമ്പർ ഷോപ്പ് വലിയ ആങ്ങളുടെ തുണിക്കടയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഫാൻസി ഷോപ്പും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി കുറച്ച് സാധനങ്ങൾ എടുക്കാൻ. അച്ഛമ്മക്ക് രാമച്ചനുള്ള മുണ്ട് ലാസ്റ്റ് ഡേ നമ്മൾ പോയ സമയത്ത് രാമച്ച ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ ആൾക്ക് എണീറ്റ് നടക്കാൻ പറ്റില്ല, കാലിൽ ഇടുപ്പിൻ്റെ എല്ലാം ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വസ്ത്രങ്ങളൊക്കെ ഭയങ്കര മുഷിഞ്ഞിട്ട്, ഇതൊന്നും നമ്മൾ പുറത്ത് പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ അറിയണം ഓരോരുത്തരുടെ സിറ്റുവേഷൻ. അതുകൊണ്ടാട്ടോ ഞാൻ പറയണത് അവരെ മോശമാക്കാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. യൂറിൻ സ്മെല്ല് കാര്യങ്ങളൊക്കെ അവരുടെ ആ ഒരു ഡ്രസ്സിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ആകെ ആ ഒരു ഡ്രസ്സ് വെച്ചിട്ടാണ് ഈ ജീവിതകാലം ഫുള്ളും ഇരിക്കുന്നത്. അച്ഛമ്മക്ക് ആകെ 2 ബ്ലൗസേ ഉള്ളൂ, അത് വെച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇതൊന്നും തന്നെ അവർക്ക് ആരോടും പോയി ചോദിക്കാനോ ആവശ്യപ്പെടാനോ ഒന്നും തന്നെ പറ്റില്ല. അവർക്ക് ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ആവശ്യം ആ ഒരു മേൽക്കൂര മേലെ വീഴാതെ പേടിയില്ലാതെ ഉറങ്ങണം എന്നുള്ളത് മാത്രമായിരുന്നു കേട്ടോ. പക്ഷെ ഇനി അങ്ങോട്ട് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ രാമച്ചന് ഒരു ചൂടെടുക്കാത്ത പോലത്തെ ഒരു ബനീനും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ 2-ാമത്തെ ആങ്ങളുടെ ഫാൻസി ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. എൻ്റെ അത്തുള്ള സമയത്ത് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ആ വഴിക്ക് പോവുകയാണെങ്കിൽ കയറി നോക്ക് കേട്ടോ. സെൽഹ ഫാൻസി എന്നായിരുന്നു, പിന്നീട് പേര് മാറ്റി. ഇപ്പോൾ പേരെന്താണെന്നല്ല എനിക്ക് ഓർമ്മയില്ല. എൻ്റെ അത്തുള്ള സമയത്ത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇപ്പോഴല്ല, കുറേ ആയിട്ട് 2-ാമത്തെ ആങ്ങൾ തന്നെയാണ്. 2-ാമത്തെ ആങ്ങളുടെ ഷോപ്പാണ്. പിന്നെ ഇനി അടുത്തത് അച്ഛമ്മക്ക് കയ്യിൽ വള ഉണ്ടായിരുന്നു. അത് എന്തോ അന്നിങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അച്ഛമ്മയുടെ കയ്യിൽ വള ഇട്ട് നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വള നല്ല ഗ്യാരണ്ടി ഉള്ള വളയാണ്, ഒരു 4 എടുത്തു. പിന്നെ അതിന് ശേഷം ഒരു മാല, അതും ഗ്യാരണ്ടി ഉള്ളതാണ്, മാല എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛമ്മക്ക് തല കെട്ടാനുള്ള ബണ്ണ്, തല നല്ല ജട ഉണ്ടാവും, അതുകൊണ്ട് കുറച്ച് വലിയ പല്ലുള്ള ചീർപ്പ് എടുത്തിട്ടുണ്ട്, പെയിൻ ചീർപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് സർപ്രൈസാണ് കേട്ടോ. നമ്മുടെ കുട്ടികളില്ല, അവിടുത്തെ കുട്ടികൾ, ആ കുട്ടികളുള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സംഭവം അറിയാനും അച്ഛമ്മക്കും രാമേശ്വരനും വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും പറ്റിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവരെൻ്റെ രാജകുമാരികളാണ്. അപ്പോൾ രാജകുമാരികൾ ട്രീറ്റ് ചെയ്യുന്ന പോലെ അന്നത്തെ ദിവസം സർപ്രൈസായിട്ട് അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്രൗണ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നോക്കിയപ്പോൾ നല്ല സ്റ്റൈലായിട്ടുള്ള പൊട്ട് കണ്ടു, അപ്പോൾ പൊട്ടും എടുത്തു. പിന്നെ സ്ലൈഡ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ ആ ഡ്രസ്സും കൂടെ വാങ്ങിയിട്ട് നമ്മളിതേ തിരിച്ച് പോവാണ്. പിന്നെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത സർപ്രൈസ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അച്ഛമ്മക്കും വേണ്ടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുള്ളൂ കേട്ടോ അതെന്താണെന്നുള്ളത്. പിന്നെ ഇതേ നമ്മൾ അങ്ങോട്ട് ഇതൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കും 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാറിൽ ബാർബർ ഉണ്ട് കേട്ടോ, രാമച്ചൻ്റെ മുടി വെട്ടിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. പിന്നെ അത്രയും സമയമായപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത്രയും സമയമായതുകൊണ്ട് നടക്കൂല എന്ന് മനസ്സിലായതേ. നമ്മുടെ കുട്ടികൾ ഓടി വരുന്നുണ്ട് കേട്ടോ നമ്മളെ കണ്ടിട്ട്. ഗൈസ്, ഇന്ന് സിൽത്താത്തന്റെ ന്യൂഡിൽസ് കഴിക്കാൻ
ഗ്യാസ് നാളെ രാവിലത്തേക്ക് ബാക്കിയൊക്കെ അറിയുന്നു. ഇത് ഈ പണി തുടങ്ങാല്ലേ? ഇത് ഉള്ളിക്ക് വെച്ചോ. ഓരോ പ്രാവശ്യം ഞാൻ അവിടെ കയറി പോകുന്ന സമയത്തുണ്ടല്ലോ അച്ഛമ്മക്കും രാമേശ്വരനും എന്തോ അവർക്ക് അവരുടെ ആരോ അല്ലെങ്കിൽ മോള് കയറി പോണ പോലെയും എന്തോ അവർക്ക് കിട്ടിയ പോലെയുള്ളൊരു സന്തോഷമാണ് കേട്ടോ അവർ കാണിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും. രാമച്ചൻ ശരിക്കും പറഞ്ഞാൽ കുറേ കാലമായിട്ട് ആരുടെ ഒന്നും സംസാരിക്കാറില്ല, അങ്ങനെ മിണ്ടാതിരിക്കും, ചിരിക്കാറില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നെ കാണുന്ന സമയത്തുണ്ടല്ലോ ആ ഒരു മനസ്സ് നിറച്ചുള്ള ആ ഒരു ചിരിയും കാര്യങ്ങളൊക്കെയാണ്. ആൾക്ക് എണീറ്റ് നടക്കാനോ നിൽക്കാനോ ഒന്നും പറ്റൂല കേട്ടോ. പാവം നല്ലോണം പ്രയാസപ്പെടുന്നുണ്ട് അതിലേക്ക് ഇരിക്കാൻ. പിന്നെ വേഗം വേറൊരാളെയും കൂടെ വിളിച്ചിട്ട് ചെയറിലേക്ക് ഇരുത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന ഓരോ കാര്യങ്ങളാണ് അവിടെ നിന്ന് കേൾക്കുക. ഒരു മനുഷ്യജീവിയായിട്ട്, അതായത് മൃഗങ്ങളെ നമ്മളിങ്ങനെ അവോയ്ഡ് ചെയ്ത് വിടുന്ന പോലെ ഒക്കെ അവോയ്ഡ് ചെയ്ത് വിട്ട പോലെ ഉണ്ട് ഈ ഒരു മനുഷ്യ സഹജമായിട്ടുള്ള ഈ രോമ വളർച്ച കാര്യങ്ങൾ പറയുന്നത്. ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ പോലും പരസഹായമില്ലാതെ ആ ഒരു പ്രയാസം ആ മനുഷ്യൻ അനുഭവിക്കുന്നത്. ഇതിലേക്ക് കയറ്റി ഇരുത്തിയ സമയത്ത് അവർ പറയാണ് ഒന്നും വെക്കണ്ട, എവിടെയും വെക്കണ്ട, എല്ലാം കളയുന്നു മുടി. അതായത് അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. അത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ എന്തോ പറഞ്ഞു ആൾ വന്നിട്ട് അത്ര ഇവരുടെ വയറ് വരെയുമുള്ള താടിയൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് പോയത്. പിന്നെ അതിന് ശേഷം അതൊന്ന് ചെയ്ത് കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന സമയത്ത് നമുക്ക് ചുറ്റിലും ആരെങ്കിലും ഇതുപോലെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള മറുപടി നമ്മൾ ഓരോരുത്തരും പറയേണ്ടി വരും കേട്ടോ. പേടിക്കണ്ട, നല്ല സുഖം കിട്ടും. ഇന്ന് ഉറങ്ങാനേ നല്ല സുഖമായിട്ട് ഉറങ്ങാം. രാമച്ചന് സുന്ദരനാക്കി തരും. വരക്കാൻ ആളുടെ തലയിലൊക്കെ ഈ സൈഡ് മുറിവ് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കുറേ എന്താ പറയുക, ആരോഗ്യമുള്ള സമയത്ത് ഒരുപാട് ജോലികൾ ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ്. ആടെന്തോ തള്ളിവിട്ടത്. എല്ലാം മാറ്റിയിട്ട് നല്ല സുന്ദരനാക്കി സുഖാക്കി തരും. പോരെ, സന്തോഷായ ആള് തലയത്ത് മുടി വെട്ടി കഴിഞ്ഞ് ഇവൻ ജസ്റ്റ് ഒന്നിങ്ങനെ നിന്നപ്പോഴേ ആള് പേടിച്ചു. ഒന്നും വേണ്ട, താടിയും മീശയും എല്ലാം എടുത്ത് കളയെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു കൊടുക്കാതെ പോവോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിധി കിട്ടിയ പോലെ ഒരു അവസ്ഥയാണ് ഇതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞത്. നിങ്ങൾ ആ ഒരു ഫേസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കുക. മുടി കളഞ്ഞ സമയത്ത് ആ ഭാഗത്ത് അഴുക്ക് നിൽക്കുകയാണ്. നമ്മുടെ ഒരു അവസ്ഥ നമുക്കൊക്കെ ഇങ്ങനെ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവുമോ എന്ന് അവരും നമ്മളെപ്പോലെ തന്നെ ഒരു മാറ്റമില്ലാത്ത മനുഷ്യൻ തന്നെയാണ്. പക്ഷെ അവരുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ, സ്വന്തമായിട്ട് ഒന്ന് ഹൈജീനായിട്ട് ഇരിക്കാൻ പോലും പറ്റാതെ ഒറ്റയ്ക്ക് കിടക്കുക എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥ. ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു അവസരം എൻ്റെ അഹങ്കാരമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ വലിയൊരു കഴിവായിട്ടോ ഞാൻ കാണില്ല കേട്ടോ. എനിക്ക് റബ്ബ് തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു പുണ്യകർമ്മമായിട്ടാണ് കേട്ടോ ഞാനിത് കരുതുന്നത്. ആളുടെ മുടി മേലേക്ക് ചീകിയിട്ട് ഞാൻ ഈ ക്രീം തേച്ചിട്ട് ഇങ്ങനെ ആക്കി വെക്കാൻ പറ്റുമോ നോക്കിയതാണ്. ഇപ്പൊ എത്ര കാലായിട്ടുണ്ടാവും? ഇവിടെ നോക്കി ചിരിക്കി ശരി, ഇങ്ങനെ ഇരിക്കണം എന്നാലേ കാണുള്ളൂ. എങ്ങനെയുണ്ട്?
അപ്പൊ ഇത്ര സുന്ദരനായി ഇതാണ്ടില്ലേ. നാളെ നിങ്ങൾ കുളിപ്പിക്കോ? വൃത്തിയായിരിക്കണം. ഇവിടെ അഴുക്ക് കാണുന്നുണ്ട്, നല്ല അഴുക്ക്. അതൊക്കെ നല്ല ഒരതി വൃത്തിയാക്കി സുന്ദരനാക്കണം. സമാധാനത്തിൽ ഉറങ്ങുമല്ലോ. സുഖണ്ടാ? ഇപ്പൊ കുളിക്കണ? ചുടുവെള്ളം വെക്കണ? ഇപ്പൊ കുളിക്കണ? അപ്പൊ നാളെ രാവിലെ കുളിക്കുമല്ലോ അല്ലേ? നാളെ രാവിലെ ഞാൻ ഡ്രസ് കൊണ്ടുവന്നിട്ടുണ്ട്. നാളെ സുന്ദരനായിരുന്ന ഞാൻ ഡ്രസ് കൊണ്ടുവന്ന് ഡ്രസ്സൊക്കെ ഇട്ട് വരും. ഇതൊക്കെ മാറ്റിയിട്ട് പുതിയതിടാം. പിന്നെ അവിടെ കിടക്കാൻ എന്താ വേണ്ടത്? നെയിൽ കട്ടർ ഞാൻ ഇവിടുത്തെ കൊണ്ടുവന്ന് തരാൻ പറയും. ഇവിടെ ഉണ്ടോ നെയിൽ കട്ടർ? നഖം വെട്ടി കൊടുക്കണം കേട്ടോ. കയ്യിലത്തി കാലത്തും ഒക്കെ നഖം വെട്ടി കൊടുക്കണം. നിങ്ങൾ ഇടക്ക് വരുമ്പോ ഇതൊക്കെ ഒന്ന് ചെയ്യും. ഞാൻ നാളെ വരും. നാളെ നിങ്ങളെ കാണാൻ എത്ര പേരാ വരുന്നറിയോ? നാളെ അച്ഛമ്മക്ക് കൊറേ സർപ്രൈസ്, എന്റെ സമ്മാനം, എന്റെ വക കുറച്ച് സമ്മാനൊക്കെ ഉണ്ട്. എനിക്ക് എന്താ മെയിൻ ആയിട്ട് എന്തായാലും അപ്പൂട്ടൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുമല്ലോ. അപ്പൊ ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നഖം വെട്ടി കൊടുക്കുക, മുടി വെട്ടാനുള്ള കാര്യങ്ങൾ നോക്കുക. ഇതൊക്കെ അവർക്ക് നിങ്ങളുടെ പറഞ്ഞ് ചോദിക്കാനും പറ്റൂലല്ലോ. ഒരു മനുഷ്യന് ആവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ്. നമുക്ക് എത്ര കാലമായി തോന്നുന്നു നഖം വളർത്തിയിട്ട് കയ്യിലും കാലിലും ഒക്കെ അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാനും പറ്റൂലല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ പോണാ? വേഗം കയ്യൊക്കെ ഇങ്ങനെ പഠിച്ചോൻ തന്നാളെന്ന്. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ ബാക്കിയുള്ള റൂമിലുള്ള കുറച്ച് പരിപാടികൾ ഒന്ന് നോക്കിയാലോ. നാളേക്ക് എന്തൊക്കെ ചെയ്യണമെന്ന്. അച്ഛമ്മനെ സുന്ദരിയാക്കി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നാളെ വരണം. തള്ളായിട്ടെങ്കിലും സുന്ദരിയായിട്ടിരിക്കണ്ടേ? ആ വരം മാറ്റാനാണ് പഠിച്ചോനെ എന്നെ വിട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയണ പോലെ നാളെ അനുസരിക്കണം. നല്ല സുന്ദരിയായിട്ട് അച്ഛമ്മനെ സുന്ദരിയാക്കണം. അപ്പൊ അച്ഛമ്മനെ കേരളത്തിൽ എത്ര പേർക്ക് ഇഷ്ടം എന്നറിയോ? കൊറേ പേര് എന്റെ ചോദിക്കും അച്ഛമ്മന്റെ വീട് എന്തായി, അച്ഛമ്മക്ക് സുഖമാണോ? എന്റെ മന്റെ അതൊക്കെ പോട്ടെ, ഇവിടുത്തെ വേദന വിട്ട അച്ഛന്റെ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് കുറച്ചിട്ട് സമാധാനം ഉണ്ട്. മാറിയിട്ട് മൂക്ക് വിസറക്കാതെ ഇരിക്കട്ടെ പടച്ച തമ്പുരനെ പെട്ടെന്ന്. അന്നലെ ഇവിടെ കിടക്കുമ്പോഴേ ഇങ്ങനെ ആക്കാൻ പാടില്ലല്ലോ. ഞാനത് നനച്ചു. അപ്പൊ അതൊന്നും മാറ്റി കൊടുക്കണം. അള്ളാ പറഞ്ഞ് കിടന്നുകൂടാൻ. അപ്പൊ കുഴപ്പമില്ല, സമാധാനം ഉണ്ട്. മാറട്ടെ മാറട്ടെ. ഹോസ്പിറ്റലിൽ പോയി വേറെ ട്രീറ്റ്മെന്റും കൂടെ എടുക്കണം. മാറുങ്ങട്ടോളി, നിങ്ങളുടെ മൂക്ക് വിസറക്കാതെ. നിങ്ങളല്ല, പേര് വിളിച്ചാ മതി. എന്റെ പേരറിയോ? എനിക്കറിയണ്ടമ്മ. എന്നെ നിങ്ങളെന്നാണ് കേട്ടോ വിളിക്കുന്നത്. കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇടങ്ങാറാണ്. എനിക്കിഷ്ടമല്ല നമ്മളെക്കാളും വയസ്സിന് മൂത്ത ആൾക്കാർ എന്നെ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു ഗതികേട് വരുന്നത്. എനിക്കത് എന്തോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ. അപ്പൊ വീടിന്റെ ഉള്ളിലെന്ന് പറയുമ്പോൾ ഇതാണ് ഒരു അവസ്ഥ. എങ്ങനെ വൃത്തിയാക്കുന്നു? ക്ലീൻ ചെയ്യാൻ കുറേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. പക്ഷെ എങ്ങനെയും അപ്പം തുടങ്ങിയിട്ട് പിന്നെ എങ്ങനെ അവസാനിപ്പിക്കുക ഒന്നും അറിയില്ല. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളിങ്ങനെ പറയുന്നുണ്ട് താഴെയൊക്കെ ഇങ്ങനെ അട്ടപ്പെട്ടിയൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുറേ പഴയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. രാത്രി സമയമാണ്, ഇതൊക്കെ പുറത്തിട്ട് എല്ലാം കൂടെ പ്രയാസമാവും തോന്നി. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ നോക്കി കാൽക്കുലേറ്റ് ചെയ്തു. നാളെ എത്ര മണിക്ക് വരണം, എങ്ങനെ വരണം, എന്തൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ. കുട്ടികൾക്കാണെങ്കിൽ നാളെ ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ.
അപ്പോൾ പിന്നെ ലാസ്റ്റ് അങ്ങനെ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തു. നാളത്തെ ദിവസം വന്നിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ച് വരുമ്പോൾ കുട്ടികൾക്ക് ഫുഡും ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഹോട്ടലിൽ പോയിട്ട് ഫുഡും വാങ്ങിച്ചു കൊടുത്ത് രാത്രി ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് എത്താൻ. എനിക്കാണെങ്കിൽ വീട്ടിൽ നമ്മുടെ ലഞ്ച് ബോക്സസ് അതിൻ്റെയൊക്കെ സ്റ്റോക്ക് കാര്യങ്ങൾ വന്നിട്ടും അതിൻ്റെ സെയിലും അതിൻ്റെ ഓർഡേഴ്സും അങ്ങനെ കുറേ കാര്യങ്ങളുടെ സ്റ്റാഫ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെയും രാത്രി ചില സമയങ്ങളിൽ എനിക്കും നോക്കേണ്ട ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ ശ്വാസം വിടാൻ പോലും സമയമില്ല എന്നൊക്കെ പറയില്ലേ, ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടിയും നമ്മൾ ഏറ്റെടുത്ത പലർക്കും ചിലപ്പോൾ സാധിക്കാത്ത കാര്യം എന്ന് പറയുന്ന ഒരു സംഭവം എന്നെക്കൊണ്ട് പഠിച്ചോൻ നടത്തിക്കാൻ ഒരു അവസരം എനിക്ക് തന്നു. അത് പൂർത്തിയാവാൻ പോകുന്നു. നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം കൊണ്ട് നടക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ സന്തോഷമുണ്ട് കേട്ടോ. സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം. സുന്ദരനായി കുളിച്ച് നഖമൊക്കെ വെട്ടി കാലത്തൊക്കെ വെട്ടി ഇരിക്കണം. ഞാൻ ഡ്രസ്സും കൊണ്ട് വരും. വഴക്ക് വിട്ടോ. പോയി കിടന്നോളി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണുള്ളത് കേട്ടോ. അങ്ങനെ ബാർബറിനും പൈസ കൊടുത്തിട്ട് ആളുടെ വീട്ടിൽ ഇറക്കി വിട്ടിട്ട് നമ്മളിതേ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ ഇൻഷാല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.